ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച് ബി.ജെ.പി. സമര പരിപാടികൾ സർക്കാരിന്റെ നയം വ്യക്തമാക്കുന്നത് ബി.ജെ.പി. സംസ്ഥാന സമര പരിപാടികൾ ആഹ്വാനം എന്താണ് സമര പരിപാടി? അല്ല അത് നടക്കുമ്പോൾ നിങ്ങൾ കാണും. എന്തിനാ ഞാൻ പറയുന്നത്? പക്ഷേ ഞാൻ ഇന്ന് ഏറെ റെസ്പോൺസിബിലിറ്റി പറയാൻ ഒരു കാര്യം ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ഓരോരോ കാര്യങ്ങളും ജനങ്ങളെ മനസ്സിൽ വെച്ചിട്ട് ഞങ്ങൾ പറയുമ്പോൾ അത് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താ സത്യമായി പുറത്തു വരുന്നു. 2018 ഞങ്ങൾ എന്താ പറഞ്ഞത്? ഇത് ഞങ്ങൾ വിശ്വാസികളെ ദ്രോഹിക്കുന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഇനി നമ്മൾ കാണാം, മാർച്ചിൽ അവർ ആ പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ അവരുടെ നിലപാട് ഇന്ന് എന്താണെന്ന് അവർ കൃത്യമായി പറയട്ടെ. ഞങ്ങൾ അന്ന് പറഞ്ഞു, ജയിലിൽ പോയി ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ അടക്കം എത്രയോ പേരിന്റെ എതിരെ കേസുണ്ട്. ഓരോ രാജഗോപാൽജിന്റെ എതിരെ കേസുണ്ട്, ഇന്നും കേസുണ്ട്. അങ്ങനെ അയ്യപ്പ സംഗമം പന്തളത്തിൽ ഓർഗനൈസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ സർക്കാർ ഈ കേസൊന്നും പിൻവലിക്കുന്നില്ല? ഈ ഇരട്ടത്താപ്പിന്റെ സമയം കഴിഞ്ഞു. ഈ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയം CPM-ഉം കോൺഗ്രസ് ചെയ്യുന്ന കാലങ്ങൾ കഴിഞ്ഞു. എനിക്ക് കൃത്യമായി പറയാൻ ഏറെ ശക്തിയോട് പറയാൻ എനിക്ക് കഴിയും ഇന്ന്. ഈ ഇരട്ടത്താപ്പും ഈ ഒരു സമയത്ത് ഒന്ന് ചെയ്യുക, പിന്നെ ഇലക്ഷന് മുമ്പ് മറ്റേതെന്തെങ്കിലും പറയുക, പിന്നെ ഇലക്ഷന് 2 ദിവസം മുമ്പ് കോർട്ടിൽ പോയി വേറെ എന്തെങ്കിലും പറയാം. ഇതിന്റെ എല്ലാം കാലങ്ങൾ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ നിലപാട് എന്താണെന്ന് കൃത്യമായി പറയാം. അത് പറഞ്ഞ് ജനങ്ങളെ വിശ്വാസികളുടെ വിശ്വാസം നേടുക, അല്ലെങ്കിൽ വിടുക. സർക്കാർ നിലപാട് മാറ്റിയാൽ ബി.ജെ.പി. അതിനെ പിന്തുണയ്ക്കുന്നു. ഞങ്ങളുടെ നിലപാടല്ല, അവരുടെ നിലപാടല്ല ഞങ്ങൾ പിന്തുണയ്ക്കാൻ പോകുന്നത്. ഞങ്ങളുടെ നിലപാട് സർക്കാർ പിന്തുണയ്ക്കണം. ഞങ്ങൾ 2018 മുതൽ പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് ജനങ്ങളുടെ മുമ്പിലുള്ളത്. അവർ തീരുമാനിക്കണം ബി.ജെ.പി. NDA-ന്റെ നിലപാടാണോ അവർ സ്വീകരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലപാടാണോ. ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞ കാര്യമാണ്, സംസ്കാരം നിങ്ങൾ തുടരുത്, അമ്പലങ്ങൾ നിങ്ങൾ കയറി ദ്രോഹിക്കരുത്. അത് അന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് ഈ കൊള്ള നടന്നത്. എന്നിട്ട് ഗോവിന്ദൻ മാഷ് ഇന്ന് പറയുമ്പോൾ എന്താണ് ഇവർ വിചാരിക്കുന്നത്? നമ്മളെല്ലാം വിഡ്ഢികളാണെന്നോ? ശബരിമല ഇഷ്യൂ കഴിഞ്ഞു എന്നോ? എവിടെ കഴിഞ്ഞു? എങ്ങനെ കഴിഞ്ഞു? അത് വേഗം വരും. എന്തോന്നു? അല്ല, നോക്കൂ, ഞാനൊരു കാര്യം പറട്ടെ. ഈ ലവ് ജിഹാദ് ഒരു ഫിക്ഷൻ ഒന്നുമല്ല, ഇത് നടക്കുന്ന കാര്യമാണ്. ഇത് മുഖ്യമന്ത്രിക്ക് അത് അങ്ങനെ അതിനെക്കുറിച്ച് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രശ്നമാണ്. മുഖ്യമന്ത്രിനെ കുറിച്ച് എനിക്ക് പറയാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇദ്ദേഹം ഹമാസ് വന്ന് നമ്മളെ കുട്ടികളെ റാഡിക്കലൈസ് ചെയ്യാൻ വരുമ്പോൾ അത് അദ്ദേഹം ഫ്രീഡം ഓഫ് സ്പീച്ച് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആയിട്ട് പിന്തുണ കൊടുക്കുന്നു. മറ്റൊരാരെങ്കിലും ഈ ലവ് ജിഹാദിനെ കുറിച്ച് ഒരു പിക്ചർ ഉണ്ടാക്കുമ്പോൾ എവിടെ പോയി ആർട്ടിക്കിൾ 19, എവിടെ പോയി ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ? ഇതെല്ലാം ഒരു സെലക്റ്റീവ് ഇന്റർപ്രിട്ടേഷൻ അല്ലേ? ഭരണഘടന ആണെങ്കിൽ എല്ലാവരും അതിന് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഹമാസ് ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ വലിയൊരു ഇഷ്യൂ ആണ്. ഇവിടെ നടക്കുന്ന പാർലമെന്റിന്റെ പുറത്ത് അവരുടെ MP-മാരെല്ലാം ഫാസിസം എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാ? ഭരണഘടന എടുത്ത് നടക്കുന്നത് എന്തിനാ? അപ്പൊ ഇവിടെ ഈ നാട്ടിൽ ലവ് ജിഹാദിനെ കുറിച്ചൊരു പിക്ചർ ഉണ്ടാക്കാൻ ആർക്കും അവകാശമില്ലേ? അല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട. ആരാണ് നിർബന്ധിക്കുന്നത്? അല്ല, അത് ഒരാള് പിക്ചർ ഉണ്ടാക്കുന്നു, അത് അദ്ദേഹത്തിന്റെ അവകാശമല്ല ഒരു പിക്ചർ ഉണ്ടാക്കാൻ. അല്ല, അങ്ങനെ ഇല്ലെങ്കിൽ അത് കോർട്ട് വഴി ഒരു കേസ് ഫയൽ ചെയ്യൂ. എന്തിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചാടുന്നത്? സെൻസർ ബോർഡില്ലേ, സെൻസർ റിവ്യൂ ബോർഡില്ലേ? അല്ല, ഞാൻ ഹമാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു വർഗീയവാദിയാണെന്ന് ആര് പറഞ്ഞത്? മുഖ്യമന്ത്രി അല്ല പറഞ്ഞത്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? വർഗീയവാദിയാണെന്നോ മുഖ്യമന്ത്രി? ഇതെല്ലാം ഒരു ഇരട്ടത്താപ്പാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയം ചെയ്യണമെങ്കിൽ ഒരു പ്രിൻസിപ്പളിലായിട്ട് രാഷ്ട്രീയം ചെയ്യണം. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ
ഒരു ആൾക്ക് ഹമാസിന്റെ വൈസ് പ്രസിഡന്റിന് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയല്ലേ? എന്നാ പിന്നെ ഇവർക്കില്ലേ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ? ഇതെന്താണ്? അല്ല, നിങ്ങളുടെ വോട്ട് ബാങ്കിന്റെ എതിരെ ഒരു പിക്ചർ വന്നാൽ, നിങ്ങൾ വോട്ട് ബാങ്ക് പിടിക്കാൻ നോക്കുന്ന ഒരു പിക്ചർ വന്നാൽ അതൊരു തെറ്റാണ്. പക്ഷെ ഹമാസ് ഇവിടെ വന്ന് ജമാഅത്തെ ഇസ്ലാമി SDPIന്റെ പിന്തുണ എടുത്ത് എലക്ഷൻ ചെയ്യുന്നവർക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല. കാരണം അത് ഞങ്ങൾ വർഗീയവാദിയാവും പറഞ്ഞാൽ. ഈ ഇരട്ടത്താപ്പ് ഞാൻ സമ്മതിക്കില്ല. BJP NDA സമ്മതിക്കില്ല. ഇതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഡിബേറ്റ് ചെയ്യാം. ഞാൻ മാധ്യമ സുഹൃത്തോട് പറഞ്ഞു, ഇക്കോണമിയാണോ വർഗീയവാദിയാണോ മതേതരത്വമാണോ, ഞങ്ങൾ ഓരോരോ ഇഷ്യൂ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയൂ ഇറങ്ങി വരാൻ. ഇതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്, ഒരു ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ആരാണ് ഇവിടെ വർഗീയവാദി, ആരാണ് ശരിക്കും ഭരണഘടനാ പ്രകാരം എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, ഞങ്ങൾ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്.